8:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ശ്രീമത്ത് അനുസരിച്ച് നടന്ന് എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും നേടാനുള്ള വഴി പറഞ്ഞു കൊടുക്കൂ. മുഴുവൻ ദിവസവും ഇതേ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കൂ. ചോദ്യം: ബാബ ഏതൊരു സൂക്ഷ്മ കാര്യങ്ങളാണ് കേൾപ്പിച്ചിട്ടുള്ളത്? അത് വളരെയധികം മനസ്സിലാക്കേണ്ടതാണ്. ഉത്തരം: സത്യയുഗം അമരലോകമാണ്. അവിടെ ആത്മാവ് ഒരു വസ്ത്രം മാറി മറ്റൊന്നെടുക്കുന്നു. എന്നാൽ മൃത്യു എന്ന പേരില്ല. അതിനാൽ അതിനെ മൃത്യുലോകം എന്ന് പറയില്ല. ശിവബാബയുടേത് പരിധിയില്ലാത്ത രചനയാണ്. ബ്രഹ്മാവിൻ്റെ രചന ഈ സമയം കേവലം നിങ്ങൾ ബ്രാഹ്മണരാണ്. ത്രിമൂർത്തി ശിവൻ എന്ന് പറയും, ത്രിമൂർത്തി ബ്രഹ്മ എന്നല്ല. വളരെ സൂക്ഷ്മമായ ഈ കാര്യങ്ങളെല്ലാം ബാബ കേൾപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിക്ക് വേണ്ടി സ്വയം തന്നെ ഭോജനം തയ്യാറാക്കണം. ഓം ശാന്തി. ത്രിമൂർത്തി ശിവഭഗവാൻ ഉവാച. ഇപ്പോൾ അവർ ത്രിമൂർത്തി ബ്രഹ്മ എന്ന് പറയുന്നു. ബാബ പറയുന്നു, ത്രിമൂർത്തി ശിവഭഗവാൻ ഉവാച. ത്രിമൂർത്തി ബ്രഹ്മ ഭഗവാൻ ഉവാച എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ത്രിമൂർത്തി ശിവഭഗവാൻ ഉവാച എന്ന് പറയുവാൻ സാധിക്കും. അവർ ശിവശങ്കരൻ എന്ന് പറഞ്ഞ് ഒന്നാക്കുന്നു. ഇതാകട്ടെ സ്പഷ്ടമാണ്. ത്രിമൂർത്തി ബ്രഹ്മാവിന് പകരം ത്രിമൂർത്തി ശിവഭഗവാൻ ഉവാച. മനുഷ്യർ പറയുന്നു, ശങ്കർ കണ്ണു തുറക്കുമ്പോൾ വിനാശം ഉണ്ടാകുന്നു. ഇതെല്ലാം ബുദ്ധിയിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നു. മൂന്നിൻ്റേതും മുഖ്യ പാർട്ടാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും വളരെ വലിയ പാർട്ടാണ് 84 ജന്മങ്ങളുടെ. വിഷ്ണുവിൻ്റെയും പ്രജാപിത ബ്രഹ്മാവിൻ്റെയും അർത്ഥവും മനസ്സിലാക്കി. പാർട്ട് ഇവ 3 പേരുടേതാണ്. ബ്രഹ്മാവിൻ്റെ പേര് പാടപ്പെട്ടിട്ടുണ്ട്. ആദിദേവൻ ആഡം. പ്രജാപിതാവിൻ്റെ ക്ഷേത്രവുമുണ്ട്. ഇതാണ് വിഷ്ണുവിൻ്റെ അഥവാ കൃഷ്ണൻ്റെ അന്തിമ 84ാമത്തെ ജന്മം. ഈ ഒന്നിന് ബ്രഹ്മ എന്ന പേര് വച്ചിട്ടുണ്ട്. തെളിയിക്കുക തന്നെ വേണം ബ്രഹ്മാവും വിഷ്ണുവും. ഇപ്പോൾ ബ്രഹ്മാവിനെ അഡോപ്റ്റഡ് എന്ന് പറയും. ഈ 2 കുട്ടികളും ശിവൻ്റേതാണ്. വാസ്തവത്തിൽ കുട്ടി ഒന്നാണ്. കണക്കെടുക്കുകയാണെങ്കിൽ ബ്രഹ്മാവ് തന്നെയാണ് ശിവന്റെ കുട്ടി, ബാബയും ദാദയും. വിഷ്ണുവിൻ്റെ പേര് വരുന്നില്ല. പ്രജാപിത ബ്രഹ്മാവിലൂടെ ശിവ് ബാബ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിഷ്ണുവിലൂടെ അല്ല സ്ഥാപനം ചെയ്യിക്കുന്നത്. ശിവന്റെയും കുട്ടികളാണ്, ബ്രഹ്മാവിൻ്റെയും കുട്ടികളാണ്. വിഷ്ണുവിൻ്റെ കുട്ടികൾ എന്ന് പറയുകയില്ല. ലക്ഷ്മി നാരായണന്മാർക്കും ധാരാളം കുട്ടികൾ ഉണ്ടാവുക സാധ്യമല്ല. ഇതാണ് ബുദ്ധിക്ക് വേണ്ടിയുള്ള ഭോജനം. സ്വയമേ ഭോജനം തയ്യാറാക്കണം. ഏറ്റവും കൂടുതൽ പാർട്ട് വിഷ്ണുവിൻ്റേതാണ് എന്ന് പറയും. 84 ജന്മങ്ങളുടെ വിരാട് രൂപവും വിഷ്ണുവിനാണ് കാണിക്കുന്നത്, അല്ലാതെ ബ്രഹ്മാവിൻ്റേതല്ല. വിരാട് രൂപം വിഷ്ണുവിൻ്റേതാണ് ഉണ്ടാക്കുന്നത്. കാരണം ആദ്യം പ്രജാപിത ബ്രഹ്മാവ് എന്ന നാമമാണ് സ്വീകരിക്കുന്നത്. ബ്രഹ്മാവിനാകട്ടെ വളരെ കുറച്ച് പാർട്ടാണുള്ളത്. അതിനാൽ വിരാട് രൂപം വിഷ്ണുവിൻ്റേത് കാണിക്കുന്നു. ചതുർഭുജവും വിഷ്ണുവിൻ്റേത് ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ ഈ അലങ്കാരങ്ങളിൽ നിങ്ങളുടേതാണ്. ഇതും വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഏതെങ്കിലും മനുഷ്യന് മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ബാബ പുതിയ പുതിയ രീതികളിലൂടെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ത്രിമൂർത്തി ശിവ ഭഗവാൻ ഉവാച. റൈറ്റ് ആണല്ലോ. വിഷ്ണു, ബ്രഹ്മ, ശിവൻ. ഇതിൽ പ്രജാപിത ബ്രഹ്മാവ് തന്നെയാണ് സന്താനം. വിഷ്ണുവിനെ സന്താനം എന്ന് പറയില്ല, ക്രിയേഷൻ എന്ന് പറയുന്നു. പക്ഷേ രചനയാകട്ടെ ബ്രഹ്മാവിൻ്റേതായിരിക്കുമല്ലോ. ആ ഒന്ന് പിന്നെ ഭിന്ന നാമവും രൂപവും എടുക്കുന്നു. മുഖ്യമായ പാർട്ട് ആ ഒന്നിനാണ്.
ബ്രഹ്മാവിൻ്റെ പാർട്ട് വളരെ ചെറുതാണ്, ഈ സമയത്തുള്ളതാണ്. വിഷ്ണുവിന് എത്ര സമയമാണ് രാജ്യമുള്ളത്? മുഴുവൻ വൃക്ഷത്തിൻ്റെയും ബീജരൂപം ശിവ് ബാബയാണ്. ആ ഒന്നിൻ്റെ രചനയെ സാലിഗ്രാം എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ രചനയെ ബ്രാഹ്മണർ, ബ്രാഹ്മണികൾ എന്ന് പറയും. ശിവന്റെ രചന എത്രയുണ്ടോ അത്രയും ബ്രഹ്മാവിനില്ല. ശിവന്റെ രചനയാകട്ടെ ധാരാളമുണ്ട്. എല്ലാ ആത്മാക്കളും ആ ഒന്നിൻ്റെ സന്താനമാണ്. ബ്രഹ്മാവിൻ്റെ രചനയാണെങ്കിൽ കേവലം നിങ്ങൾ ബ്രാഹ്മണരാണ് ആകുന്നത്. പരിധിയിൽ വന്നുവല്ലോ. ശിവ് ബാബയുടേത് പരിധിയില്ലാത്ത രചനയാണ്, എല്ലാ ആത്മാക്കളുടേതും. പരിധിയില്ലാത്ത ആത്മാക്കളുടെ മംഗളം ചെയ്യുന്നു. ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. നിങ്ങൾ ബ്രാഹ്മണരാണ് പോയി സ്വർഗവാസിയാകുന്നത്. മറ്റാരെയും സ്വർഗവാസി എന്ന് പറയില്ല. നിർവാണവാസി അഥവാ ശാന്തിധാംവാസി എല്ലാവരുമാകുന്നു. ഏറ്റവും ഉയർന്ന സർവീസ് ശിവ് ബാബയുടേതാണ്. എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നു. സർവരുടെയും പാർട്ട് വ്യത്യസ്തമാണ്. ശിവ് ബാബയും പറയുന്നു, എൻ്റെ പാർട്ട് വ്യത്യസ്തമാണ്. എല്ലാവരുടെയും കണക്കുകൾ സമാപ്തമാക്കിച്ച് നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കി കൊണ്ടുപോകുന്നു. നിങ്ങൾ ഇവിടെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു പാവനമാകാൻ. മറ്റുള്ളവരെല്ലാം വിധി നിർണയത്തിൻ്റെ സമയത്ത് കണക്കുകൾ സമാപ്തമാക്കി പോകും. പിന്നെ മുക്തിധാമത്തിൽ ഇരിക്കും. സൃഷ്ടിയുടെ ചക്രമാണെങ്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കണം. കുട്ടികളായ നിങ്ങൾ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരായി പിന്നീട് ദേവതയായി മാറുന്നു. നിങ്ങൾ ബ്രാഹ്മണർ ശ്രീമത് അനുസരിച്ച് സേവനം ചെയ്യുന്നു. കേവലം മനുഷ്യർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. മുക്തിയും ജീവൻ മുക്തിയും നേടണമെങ്കിൽ ഇങ്ങനെ നേടാൻ സാധിക്കും എന്ന്. രണ്ടിൻ്റെയും താക്കോൽ കയ്യിലുണ്ട്. ഇതും അറിയുന്നുണ്ട് ആരെല്ലാമാണ് മുക്തിയിലും ആരെല്ലാമാണ് ജീവൻ മുക്തിയിലേക്കും പോവുക എന്നത്. മുഴുവൻ ദിവസവും നിങ്ങൾക്ക് ഇതാണ് ജോലി. ധാന്യങ്ങളുടെയോ മറ്റോ തൊഴിൽ ആരെങ്കിലും ചെയ്യുന്നു എങ്കിൽ ബുദ്ധിയിൽ മുഴുവൻ ദിവസവും അതായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ തൊഴിലാണ് രചനയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുക. ആർക്കെങ്കിലും മുക്തി ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു കൊടുക്കുക. ആര് ഈ ധർമ്മത്തിലേതായിരിക്കുമോ അവർ വരും. ഇപ്രകാരം മാറാൻ കഴിയാത്തവരായി ധർമ്മങ്ങളിലുള്ള അനേകം പേരുണ്ട്. കേവലം ഇങ്ങനെയുള്ളവരെ മാറുകയുള്ളൂ. ഫീച്ചേഴ്സ് മാറുന്നു എന്നല്ല, കേവലം ധർമ്മത്തെ അംഗീകരിക്കുന്നു. ചിലർ ബുദ്ധധർമ്മത്തെ അംഗീകരിക്കുന്നു. കാരണം ദേവീ ദേവതാ ധർമ്മം പ്രായലോപമാണല്ലോ. നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് പറയുന്ന ഒരാൾ പോലുമില്ല. ദേവതമാരുടെ ചിത്രങ്ങൾ ഉപയോഗത്തിൽ വരുന്നു. ആത്മാവാണെങ്കിൽ അവിനാശിയാണ്. അതൊരിക്കലും മരിക്കുന്നില്ല. ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ മറ്റൊന്നെടുത്ത് പാർട്ട് അഭിനയിക്കുന്നു. അതിനെ മൃത്യുലോകം എന്ന് പറയില്ല, അത് അമരലോകമാണ്. വസ്ത്രം മാത്രം മാറുന്നു. ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടവയാണ്, സ്ഥൂലമായവയല്ല. വിവാഹമാകുമ്പോൾ ചിലർക്ക് ചില്ലറ കൊടുക്കും, ചിലർക്ക് മൊത്തത്തിൽ കൊടുക്കും. ചിലർ എല്ലാം കാണിച്ചുകൊണ്ട് നൽകുന്നു. ചിലർ അടച്ച പെട്ടിയായിരിക്കും നൽകുന്നത്. പല രീതികളുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ സമ്പത്ത് ലഭിക്കുന്നത് മൊത്തത്തിലാണ്. കാരണം നിങ്ങൾ എല്ലാവരും ബ്രൈഡ്സ് ആണ്. ബാബയാണ് ബ്രൈഡ് ഗ്രൂം. നിങ്ങൾ കുട്ടികളെ അലങ്കരിച്ച് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം മൊത്തമായി നൽകുന്നു. വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത് നിങ്ങളാണ്. മുഖ്യമായ കാര്യം ഓർമ്മയുടേതാണ്. ജ്ഞാനം വളരെ സഹജമാണ്. കേവലം അൽഫിനെ ഓർമ്മിക്കണം. എന്നാൽ ചിന്തിക്കുന്നു, ഓർമ്മ തന്നെയാണ് പെട്ടെന്ന് വഴുതി പോകുന്നത്. വളരെ പേർ പറയുന്നു ബാബ ഓർമ്മ മറന്നു പോകുന്നു. നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു എങ്കിൽ എപ്പോഴും ഓർമ്മ എന്ന വാക്ക് പറയൂ. യോഗം എന്ന വാക്ക് തെറ്റാണ്. ടീച്ചറിന് സ്റ്റുഡൻറ്റിൻ്റെ ഓർമ്മയുണ്ടായിരിക്കും.
ഫാദർ സുപ്രീം സോൾ ആണ്. നിങ്ങൾ ആത്മാവ് സുപ്രീം അല്ല, നിങ്ങൾ പതീതമാണ്. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കൂ. ടീച്ചറിനെയും അച്ഛനെയും ഗുരുവിനെയും ഓർമ്മിക്കാറുണ്ട്. ഗുരുക്കന്മാരിരുന്ന് ശാസ്ത്രങ്ങൾ കേൾപ്പിക്കും, മന്ത്രം നൽകും. ബാബയുടെ മന്ത്രം ഒന്നു മാത്രമാണ്, മന്മനാഭവ. പിന്നെ എന്താകും? മധ്യാജീഭവ. നിങ്ങൾ വിഷ്ണുപുരിയിലേക്ക് പോകും. നിങ്ങൾ എല്ലാവരും രാജാവും റാണിയും ആകില്ല. രാജാവും റാണിയും പ്രജയും ഉണ്ടാകും. അപ്പോൾ മുഖ്യമായത് ത്രിമൂർത്തിയാണ്. ശിവ് ബാബയ്ക്ക് ശേഷമാണ് ബ്രഹ്മാവ്. അത് ആ ഒന്ന് പിന്നെ മനുഷ്യ സൃഷ്ടിയെ, അതായത് ബ്രാഹ്മണരെ രചിക്കുന്നു, ബ്രാഹ്മണരെ ഇരുന്ന് പഠിപ്പിക്കുന്നു. ഇത് പുതിയ കാര്യം ആണല്ലോ. നിങ്ങൾ ബ്രാഹ്മണികൾ സഹോദരി സഹോദരനായി. വൃദ്ധരും പറയും നമ്മൾ സഹോദരി സഹോദരനാണ്. ഇത് ഉള്ളിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാതെ ആരോടെങ്കിലും ഇങ്ങനെ പറയുവാൻ പാടില്ല. ഭഗവാൻ പ്രജാപിത ബ്രഹ്മാവിലൂടെ സൃഷ്ടി രചിച്ചു. അപ്പോൾ സഹോദരിയും സഹോദരനുമായല്ലോ. ഒരു പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളായപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികളായ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ്? ശിവബാബ, ത്രിമൂർത്തി ശിവൻ. ബ്രഹ്മാവിനും വളരെ കുറച്ച് സമയത്തേക്കാണ് പാർട്ടുള്ളത്. വിഷ്ണുവിൻ്റേത് സത്യയുഗി രാജധാനിയിൽ 8 ജന്മം പാർട്ട് നടക്കുന്നു. ബ്രഹ്മാവിനാണെങ്കിൽ ഒരേ ഒരു ജന്മത്തിൻ്റെ പാർട്ടാണ്. വിഷ്ണുവിൻ്റെ പാർട്ട് വലുതാണ് എന്ന് പറയും. ത്രിമൂർത്തി ശിവനാണ് മുഖ്യം. പിന്നെ വരുന്നതാണ് ബ്രഹ്മാവിൻ്റെ പാർട്ട്. ആ ഒന്ന് കുട്ടികളായ നിങ്ങളെ വിഷ്ണുപുരിയുടെ അധികാരിയാക്കുന്നു. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരായി, പിന്നെ ദേവതയാകുന്നു. അപ്പോൾ ഇത് അലൗകിക ഫാദറായി. അല്പസമയത്തേക്ക് ഇദ്ദേഹം ഫാദറാണ്. ആ ഒന്നിനെ ഇപ്പോൾ അംഗീകരിക്കുന്നു. ആദിദേവൻ ആദം ബീവി. ഇവരില്ലാതെ എങ്ങനെ സൃഷ്ടിയെ രചിക്കും? ആദിദേവനും ആദിദേവിയും ഉണ്ടല്ലോ. ബ്രഹ്മാവിൻ്റെ പാർട്ടും കേവലം സംഗമ സമയത്താണ്. ദേവതമാരുടെ പാർട്ടാണെങ്കിൽ പിന്നെയും വളരെയധികം നടക്കുന്നു. ദേവതമാരെന്നും കേവലം സത്യയുഗത്തിലാണ് പറയുന്നത്. ത്രേതായിൽ ക്ഷത്രിയർ എന്ന് പറയുന്നു. ഈ വളരെ ഗുഹ്യമായ പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. എല്ലാം ഒരേ സമയം വർണ്ണിക്കുവാൻ സാധിക്കില്ല. അവർ ത്രിമൂർത്തി ബ്രഹ്മാവ് എന്ന് പറയുന്നു, ശിവനെ മാറ്റിക്കളഞ്ഞു. നമ്മൾ പിന്നെ ത്രിമൂർത്തി ശിവൻ എന്ന് പറയുന്നു. ഈ ചിത്രങ്ങളും മറ്റുമെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. പ്രജകളെ രചിക്കുന്നത് ബ്രഹ്മാവിലൂടെ. പിന്നീട് നിങ്ങൾ ദേവതയാകുന്നു. വിനാശത്തിൻ്റെ സമയം നാച്ചുറൽ കലാമിറ്റീസും വരുന്നു. വിനാശമാകട്ടെ, സംഭവിക്കുക തന്നെ വേണം. കലിയുഗത്തിനു ശേഷം വീണ്ടും സത്യയുഗമുണ്ടാകും. ഇത്രയും ശരീരങ്ങളുടെ എല്ലാം വിനാശം ഉണ്ടാവുക തന്നെ വേണം. എല്ലാം പ്രാക്ടിക്കലിൽ വേണ്ടതാണല്ലോ. കേവലം കണ്ണ് തുറക്കുന്നതിലൂടെ ഒന്നും സംഭവിക്കില്ല. സ്വർഗം അപ്രത്യക്ഷമാകുമ്പോൾ ആ സമയവും എർത്ത്ക്വേക്കും മറ്റും ഉണ്ടാകുന്നു. എങ്കിൽ ആ സമയത്തും ശങ്കർ ഇങ്ങനെ കണ്ണ് ചിമ്മുന്നുണ്ടോ? പാടുന്നുണ്ടല്ലോ, ദ്വാരക അഥവാ ലങ്ക ജലത്തിലേക്ക് താഴ്ന്നു പോയി എന്ന്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ വന്നിരിക്കുകയാണ് കല്ല് ബുദ്ധികളെ പവിഴ ബുദ്ധിയാക്കാൻ. മനുഷ്യർ വിളിക്കുന്നുണ്ട്, ഹേ പതീത പാവന വരൂ, വന്ന് പാവന ലോകമുണ്ടാക്കോ. പക്ഷേ ഇത് മനസ്സിലാക്കുന്നില്ല, ഇപ്പോൾ കലിയുഗമാണ്, ഇതിനുശേഷം സത്യയുഗം വരും എന്ന്. നിങ്ങൾ കുട്ടികൾ സന്തോഷത്തിൽ നൃത്തമാടണം. ബാരിസ്റ്റർ ആദിയായ പരീക്ഷ പാസ്സാകുമ്പോൾ ഉള്ളിൽ ചിന്തിക്കുന്നുവല്ലോ, ഞാൻ പൈസ സമ്പാദിക്കും, പിന്നെ കെട്ടിടം ഉണ്ടാക്കും, ഇത് ചെയ്യും എന്നല്ല. നിങ്ങളിപ്പോൾ സത്യമായ സമ്പാദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങൾക്ക് സർവ്വതും പുതിയ സാധനങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത്. ചിന്തിക്കൂ, സോമനാഥന്റെ ക്ഷേത്രം എന്തായിരുന്നു? ഒരു ക്ഷേത്രമല്ല ഉണ്ടായിരിക്കുക. ആ ക്ഷേത്രം വന്നിട്ട് 2500 വർഷമായി.
ഉണ്ടാക്കുന്നതിന് സമയമെടുത്തിട്ടുണ്ടാകും, പൂജ ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം പിന്നീട് അത് കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഉടനെ തന്നെ വന്നിട്ടുണ്ടാകില്ല. വളരെയധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും. പൂജയ്ക്ക് വേണ്ടി ഇരുന്ന് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബയെ ഓർമ്മിച്ച് നമ്മൾ ഗോൾഡൻ ഏജിലേക്ക് പോകും. ആത്മാവ് പവിത്രമായി മാറും. പ്രയത്നിക്കേണ്ടി വരും. പ്രയത്നമില്ലാതെ കാര്യം നടക്കില്ല. പാടപ്പെടുന്നുണ്ട് സെക്കൻഡിൽ ജീവൻ മുക്തി. പക്ഷേ അങ്ങനെ വെറുതെ ലഭിക്കുകയില്ല. ഇത് മനസ്സിലാക്കുന്നുണ്ട്. കുട്ടിയാവുകയാണെങ്കിൽ തീർച്ചയായും ലഭിക്കും. നിങ്ങൾ ഇപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു മുക്തിധാമത്തിലേക്ക് പോകാൻ. ബാബയുടെ ഓർമ്മയിലിരിക്കേണ്ടി വരുന്നു. ദിനപ്രതിദിനം ബാബ കുട്ടികളായ നിങ്ങളെ റിഫൈൻ ബുദ്ധിയാക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളെ വളരെ വളരെ ഗുഹ്യമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ആത്മാവും ബിന്ദുവാണ്, പരമാത്മാവും ബിന്ദുവാണ് എന്ന് മുമ്പ് കേൾപ്പിച്ചിരുന്നില്ല. എന്തുകൊണ്ട് മുമ്പ് ഇത് പറഞ്ഞു തന്നില്ല എന്ന് പറയും. ഡ്രാമയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമേ നിങ്ങളെ ഇത് കേൾപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നില്ല. പതുക്കെ പതുക്കെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇത് രാവണ രാജ്യമാണ്. രാവണ രാജ്യത്തിൽ എല്ലാവരും ദേഹാഭിമാനിയായി മാറുന്നു. സത്യയുഗത്തിൽ ഉള്ളവർ ആത്മാഭിമാനിയാണ്, സ്വയം ആത്മാവാണ് എന്ന് അറിയുന്നു. നമ്മുടെ ശരീരം വലുതായി കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഉപേക്ഷിച്ച് വീണ്ടും ചെറുത് എടുക്കേണ്ടതുണ്ട്. ആത്മാവിൻ്റെ ശരീരം ആദ്യം ചെറുതായിരിക്കും, പിന്നീട് വലുതാകുന്നു. ഇവിടെയാണെങ്കിൽ ചിലർക്ക് ഒരായുസ്സും ചിലർക്ക് മറ്റൊന്നായിരിക്കും. ചിലർക്ക് അകാല മൃത്യു ഉണ്ടാകുന്നു. ചിലർക്കാണെങ്കിൽ 125 വയസ്സും ആയുസ്സുണ്ടായിരിക്കുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകണം ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കുന്നതിൻ്റെ. ഗാന്ധർവ വിവാഹം ചെയ്തു എന്നത് സന്തോഷത്തിൻ്റെ കാര്യമല്ല, ഇത് ദൗർബല്യമാണ്. കുമാരി അഥവാ പറയുകയാണ്, ഞാൻ പവിത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ ആർക്കും അടിക്കുവാൻ സാധിക്കില്ല. ജ്ഞാനം കുറവാണെങ്കിൽ ഭയപ്പെടുന്നു. ചെറിയ കുമാരിയെയും അഥവാ ആരെങ്കിലും അടിക്കുകയാണ്, രക്തം വരികയാണ് എങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. എങ്കിൽ അവർക്കും ശിക്ഷ ലഭിക്കും. മൃഗങ്ങളെയും അഥവാ ആരെങ്കിലും അടിക്കുന്നെങ്കിൽ അവരിലും കേസുണ്ടാകുന്നു, ശിക്ഷയുണ്ടാകുന്നു. കുട്ടികളായ നിങ്ങളെയും അടിക്കുവാൻ സാധിക്കില്ല, കുമാരന്മാരെയും അടിക്കുവാൻ സാധിക്കില്ല. അവർക്ക് തൻ്റെ സമ്പാദ്യം നേടുവാൻ സാധിക്കും, ശരീര നിർവഹണവും ചെയ്യുവാൻ സാധിക്കും. വയറ് കൂടുതലായൊന്നും കഴിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ വയർ 4-5 രൂപയുടേതും ഇനിയൊരു മനുഷ്യൻ്റെ വയർ 400-500 രൂപയുടേതുമാണ്. പൈസ ധാരാളമുണ്ടെങ്കിൽ അത്യാർത്തി ഉണ്ടാകുന്നു. ദരിദ്രർക്കാണെങ്കിൽ പൈസയേ ഇല്ല, അതുകൊണ്ട് അത്യാർത്തിയുമില്ല. അവർ ഉണക്ക റൊട്ടി കൊണ്ട് തന്നെ സന്തോഷിക്കുന്നു. കുട്ടികൾ കൂടുതൽ ആഹാരപാനീയങ്ങളുടെ കോലാഹലങ്ങളിൽ പോകുവാൻ പാടില്ല. കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുവാൻ പാടില്ല. നിങ്ങൾക്കറിയാം, അവിടെ നമുക്ക് എന്താണ് ലഭിക്കാത്തത്? പരിധിയില്ലാത്ത ചക്രവർത്തി പദവിയാണ്. പരിധിയില്ലാത്ത സുഖമായിരിക്കും ലഭിക്കുന്നത്. അവിടെ ആരും രോഗിയോ മറ്റോ ആകുന്നില്ല. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം ഉണ്ടായിരിക്കുന്നു. വൃദ്ധ അവസ്ഥ പോലും അവിടെ വളരെ നല്ലതായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും. ഒരു പ്രകാരത്തിലുമുള്ള പ്രയാസവും ഉണ്ടായിരിക്കുന്നില്ല. പ്രജകളും ഇങ്ങനെയാകുന്നു. എന്നാൽ പ്രജയെങ്കിൽ പ്രജ തന്നെ മതി എന്നത് പാടില്ല. എങ്കിൽ പിന്നെ ഇവിടുത്തെ കാട്ടുജാതിക്കാരെ പോലെ ആയിപ്പോകും. സൂര്യവംശി ലക്ഷ്മി നാരായണൻ ആകണമെങ്കിൽ പിന്നെ ഇത്രയും പുരുഷാർത്ഥവും ചെയ്യേണ്ടതാണ്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ ബ്രഹ്മാവിൻ്റെ പുതിയ രചന, പരസ്പരം സഹോദരി സഹോദരന്മാരാണ്.
ഇത് ഉള്ളിൽ മനസ്സിലാക്കണം. ആരോടും പറയേണ്ട ആവശ്യമില്ല. സദാ ഈ സന്തോഷത്തിലിരിക്കണം. നമ്മെ ശിവ് ബാബയാണ് പഠിപ്പിക്കുന്നത്. കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും കോലാഹലങ്ങളിൽ കൂടുതൽ പോകരുത്. അത്യാർത്തി ഉപേക്ഷിച്ച് പരിധിയില്ലാത്ത ചക്രവർത്തി പദവിയുടെ സുഖങ്ങളെ ഓർമ്മിക്കണം. വരദാനം: അനേകം പ്രകാരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും നിവൃത്തരാകുന്ന നഷ്ടോമോഹ സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ. സ്വയം തൻ്റെ പ്രവൃത്തി, ദൈവിക പരിവാരത്തിൻ്റെ പ്രവൃത്തി, സേവനത്തിൻ്റെ പ്രവൃത്തി, പരിധിയുള്ള പ്രാപ്തികളുടെ പ്രവൃത്തി, ഇവ എല്ലാത്തിൽ നിന്നും നഷ്ടോമോഹ, അതായത് വേറിട്ടവർ ആകുന്നതിനായി ബാപ്ദാദയുടെ സ്നേഹരൂപത്തെ മുന്നിൽ വച്ച് സ്മൃതി സ്വരൂപമാകൂ. സ്മൃതി സ്വരൂപം ആകുന്നതിലൂടെ സ്വതവേ നഷ്ടോമോഹ ആയി മാറും. പ്രവൃത്തിയിൽ നിന്നും നിവൃത്തമാവുക എന്നാൽ ഞാനെന്ന ഭാവത്തെ സമാപ്തമാക്കി നഷ്ടോമോഹ ആവുക. ഇങ്ങനെയുള്ള നഷ്ടോമോഹ ആകുന്ന കുട്ടികൾ വളരെ കാലത്തെ പുരുഷാർത്ഥത്തിലൂടെ വളരെ കാലത്തെ പ്രാപ്തിയുടെ അധികാരിയാകും. സ്ലോഗൻ: കമലപുഷ്പ സമാനം വേറിട്ടിരിക്കൂ, അപ്പോൾ പ്രഭുവിൻ്റെ സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ആരാണോ നമ്പർ 1 ശലഭങ്ങൾ, അവർക്ക് സ്വയം തൻ്റെ, അതായത് ഈ ദേഹബോധത്തിൻ്റെ ദിനരാത്രങ്ങളുടെ, വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും തൻ്റെ സുഖത്തിൻ്റെ സാധനങ്ങളുടെ, വിശ്രമത്തിൻ്റെ ഏതെങ്കിലും കാര്യത്തിൻ്റെ ആധാരം ഇല്ല. അവർ എല്ലാ പ്രകാരത്തിലുമുള്ള ദേഹത്തിൻ്റെ സ്മൃതിയിൽ നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. അതായത് നിരന്തരം ദീപനാളത്തിൻ്റെ സ്നേഹത്തിൽ ലൗലീൻ ആയിരിക്കും. ഏതുപോലെ ദീപനാളം ജ്യോതി സ്വരൂപമാണ്, ലൈറ്റ് മൈറ്റ് രൂപമാണ്, അതേപോലെ ദീപനാളത്തിന് സമാനം സ്വയവും ലൈറ്റ് മൈറ്റ് രൂപം ആകുന്നു. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ
പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്, ഭാരരഹിതമാണ്, ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.